കൊള്ളാവല്ലോ. ആരായി പുതിയത്? ഞാൻ കണ്ടിട്ടേ ഇല്ലല്ലോ. അയ്യോ, കേസ് കാണാൻ വന്നു ഇപ്പൊ കേസ് വാദിക്കാറായോ? പ്രൊസീഡ്. മെലോഡ്, ഇത് ഹേബിയസ് കോർപ്പസ് ആണെന്ന് കോടതി ഉത്തരവിട്ടതിന് ശേഷവും ഇതുവരെ കോടതിയിലോ പോലീസ് സ്റ്റേഷനിലോ കുട്ടിയെ കൊണ്ടുവന്നിട്ടില്ല. ഇത് നിയമത്തെയും കോടതിയെയും അപമാനിക്കുന്നതിന് തുല്യമാണ്. ഒബ്ജക്ഷൻ മൈ ലോർഡ്. യെസ്, പ്രൊസീഡ്. മര്യാദയ്ക്ക് 2 കേസ് പോലും തീർപ്പാക്കാത്തവര് എന്റെ 20 വർഷത്തെ സർവീസിനെ ചോദ്യം ചെയ്യുന്നത് ഇത് തമാശയായിട്ട് തോന്നുന്നു. തമാശയാണെങ്കിൽ കുട്ടിയെ കോടതിയിൽ കൊണ്ടുവരുന്നതിന് എന്തിനു ഭയക്കണം? മിസ്റ്റർ ബാഷിം, എന്താ കുട്ടിയെ കൊണ്ടുവരാഞ്ഞത്? മൈ ലോർഡ്, കുട്ടിയുടെ ലീഗൽ ഗാർഡിയൻ എന്റെ കക്ഷി രാജേന്ദ്രനാണ്. സെക്ഷൻ നമ്പർ 7 ഓഫ് ഗാർഡിയൻ ആൻഡ് വാർഡ്സ് ആക്ട് പടി അദ്ദേഹത്തെ ഗാർഡിയനായി നിയമിച്ചതിനുള്ള ഉത്തരവ് കോടതി മുൻപാകെ ബോധിപ്പിക്കുന്നു. മെലോഡ്, കുട്ടിയുടെ അച്ഛൻ നാച്ചുറൽ ഗാർഡിയനായിരിക്കുമ്പോൾ മറ്റൊരാൾക്ക് എങ്ങനെ ലീഗൽ ഗാർഡിയനായിരിക്കാൻ കഴിയും? മൈ ലോർഡ്, അച്ഛനുണ്ട്, പക്ഷെ എങ്ങനെ ഉള്ളത്? അതെന്താ? അദ്ദേഹത്തിന് കുഴപ്പമൊന്നുമില്ലല്ലോ. മൈ ലോർഡ്, കുട്ടിയുടെ അച്ഛന് ബുദ്ധി വളർച്ച ഇല്ലാത്തതാണ്. വാട്ട്? ആരാ പറഞ്ഞേ? ആരാ പറയേണ്ടത്? നിങ്ങൾ എപ്പോഴേലും കണ്ടിട്ടുണ്ടോ? എന്തെങ്കിലും തെളിവുണ്ടോ? അതിങ്ങടുത്ത്. മെലോഡ്, കോടതി അപമാനിക്കുക മാത്രമല്ല എന്റെ പെറ്റീഷണറെ അപമാനിക്കുകയാണ്. എന്റെ പെറ്റീഷണർ കൃഷ്ണ നിങ്ങളെ പോലെയും എന്നെ പോലെയും നമ്മൾ എല്ലാവരെയും പോലെ ഒരാളാണ്. ഊട്ടിയുടെ അടുത്തുള്ള ഒരു ചെറിയ ഗ്രാമത്തിൽ എമറാൾഡ് ചോക്ലേറ്റ് ഫാക്ടറി നടത്തുകയാണ് അദ്ദേഹം. അങ്ങനെ ഒരാളെ മെന്റലി ചാലഞ്ച്ഡ് എന്ന് പറയുന്നത് അപമാനിക്കുന്നത് പോലെയാണ്. ഇറ്റ്സ് എൻ ഒഫൻസ് ഓഫ് ഡിഫമേഷൻ. ദാറ്റ്സ് ഓൾ മൈ ലോർഡ്. ഉത്തരത്തെ മുട്ടുന്ന പോലെ വളർന്നിട്ട് യാതൊരു കാര്യമില്ല. തലയ്ക്കകത്ത് കുറച്ചെങ്കിലും ഉണ്ട വേണം. നീ അമിട്ട് പൊട്ടിക്കുന്ന പോലെ കള്ളം പറഞ്ഞപ്പോൾ എനിക്ക് ഹാർട്ട് അറ്റാക്ക് ഉണ്ടായത്. ഒന്ന് ആലോചിച്ച് നോക്ക്. ആ ഭാഷ്യ സാറിന്റെ കൂടെയുള്ള വക്കീലന്മാര് എത്ര കാലം അയാളുടെ വീട്ടുജോലി ചെയ്ത് കൊടുത്തിട്ടുണ്ടെന്ന് അറിയാവൂ. വിനു പറഞ്ഞ പോലെ നല്ലയാൾക്കാരുടെ സമനില പോലും തെറ്റിക്കുന്നവനാ. ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല, കൂട്ടിലൊന്ന് കയറ്റി നിർത്തിയാ മതി. മതി, ഇത് മാത്രം മതി. ഞാൻ വേണമെന്ന് വെച്ച് പറഞ്ഞതല്ല, അന്നേരം എനിക്ക് അങ്ങനെ പറയണം തോന്നി. അങ്ങനെ നിസ്സാരമായിട്ട് പറഞ്ഞാൽ എങ്ങനെ? അറിയാൻ മേലെങ്കിൽ ആവശ്യമില്ലാത്ത പണിക്ക് ഇറങ്ങരുത്. തോന്നിയതല്ല പറഞ്ഞത്. ഒരു ഐഡിയ ഞാൻ പറയട്ടെ. അനു സ്വബോധത്തോടെ പറഞ്ഞതല്ലാന്ന് ഇവൾക്കൊരു ഡോക്ടർ സർട്ടിഫിക്കറ്റ് വാങ്ങിയാ പോരെ? പ്രിയ, ഇതല്ല. നീ വിചാരിച്ച സാധിക്കും. ഞാൻ എന്ത് ഹായ് ഡിയർ, മെസ്സേജ് തൻ്റെ അടുത്ത് നിന്ന്. നീയാണോ മെസ്സേജ് അയച്ചത്? Tell me dear, I know you want to say something. പറയേ. കോളേജ് തൊട്ട് ഞാൻ ഇതിനു വേണ്ടിയാ കാത്തിരിക്കുന്നത്. പറയേ, just 3 words. നിനക്ക് ജോലി ഉടനെ പോവും. അനു എന്നെ വഴക്ക് പറഞ്ഞിട്ട് ജോലിക്ക് ഇനി വരണ്ടെന്ന് പറഞ്ഞിരിക്കുക. കോളേജിലുള്ള സമയം തൊട്ട് ഞാൻ നിന്നോട് പറയാൻ തുടങ്ങിയതല്ലേ അവളുടെ കൂടെ പോയി ചേരരുതെന്ന്. അവളൊരു മറുതാ കുഞ്ഞ, വട്ട് കേസ്. ശരി, നീ ഇപ്പൊ തന്നെ വാ, ഞാൻ ഞങ്ങളുടെ ടീമിൽ ചേർക്കാം. വാ, അവിടെ എല്ലാം ഞാൻ തീരുമാനിക്കുന്നേ. ഞാൻ പറയുന്ന അയ്യോ, ആ അഡ്വക്കേറ്റിന് ഇവന്റെ പേര് പോലും അറിയില്ല. ഇവൻ കാണിക്കുന്ന ജാട കണ്ടില്ലേ? അവൻ ഇന്ന് ഞാൻ അയ്യോ, എന്താ ഇത്? എന്തിനാ വൈ കരയരുത്. ടെൽ മീ. അനുനെ വിട്ടിട്ട് എനിക്ക് വരാൻ പറ്റില്ല. അതെന്താ? എന്താന്ന് വെച്ചാ 5 മാസത്തെ ശമ്പളം തരാനുണ്ട്. ഞങ്ങള് ആ കുട്ടിയുടെ കേസിൽ എങ്ങനെയെങ്കിലും ജയിച്ചെങ്കിലേ അനു എനിക്ക് ശമ്പളം തരുള്ളൂ. അതെങ്ങനെ? അതൊക്കെ ഓക്കെ. ഇനി അത് നിന്റെ കേസല്ല, എന്റെ കേസാണ്. നീ ജയിക്കണം. അല്ല, നമ്മൾ ജയിക്കണം. നമ്മൾ ജയിക്കും. ചിരിക്കേ. നിങ്ങൾ പറയുന്ന പോലെ കൃഷ്ണന് ബുദ്ധി വളർച്ചയില്ലെങ്കിൽ അവരെ കൊണ്ട് ഫസ്റ്റ് ഇറങ്ങി കിടക്കാൻ കഴിയില്ല. സാർ എന്താണ് ഈ പറയുന്നത്? അതാണ് സത്യം. മിസ്റ്റർ രാജേന്ദ്രൻ, സത്യം കള്ളമാക്കുന്നതാണ് പ്രയാസം. സത്യം സത്യമാകില്ല. ഐ വിൽ ടേക്ക് കെയർ. കൃഷ്ണൻ എവിടെ? ഇവിടെ ആരൊക്കെ വരുന്നുണ്ട് പോകുന്നുണ്ട് നോക്കാൻ ഞാനാരാ? വാച്ച്മാനാണോ? വരുന്നവനൊക്കെ പറഞ്ഞോണ്ടാണോ വരുന്നത് ഇങ്ങോട്ട്? കണ്ടില്ലേ, ഞാൻ പറഞ്ഞതല്ലേ ഇവിടെ തന്നെ കാണുമെന്ന്. നോക്ക്, നീയല്ലേ കിടന്ന് പേടിച്ചത്. കൃഷ്ണ, നീ എന്തിനാ ഇവിടെ വന്നേ? കോടതിയിലെ കേസ് നടക്കുക. നിന്നെ ആരെങ്കിലും ഇവിടെ കണ്ടാ നില നിനക്ക് നഷ്ടപ്പെടും.
വരാൻ പാടില്ലേ? നില നിനക്ക് നിന്റെ കുട്ടിയെ വേണോ വേണ്ടയോ? അപ്പൊ ഞാനറിയാതെ എവിടെ ഇനി വരരുത്. ഞാൻ വരില്ല, വരില്ല, ഞാൻ വരില്ല. On my way with Doctor Dear. നീ എന്തൊക്കെയാ അയക്കുന്നേ? ഡിയർ ഒന്നും വേണ്ട. Okay, dear. ശല്യം സഹിക്കാൻ പറ്റുന്നില്ല. വിനു, വിനു, എന്ത് പറ്റി? ഒരു സ്വെറ്റർ അഴിക്കാൻ ഇത്ര നേരോ? 2 മണിക്കൂറായിട്ട് പരിശ്രമിച്ചോണ്ടിരിക്കുക. എന്തോ കർണന്റെ കവചകുണ്ടലം പോലെ അതിനൊന്ന് തൊടാൻ പോലും പറ്റുന്നില്ല. നിക്ക് വരുവാ. കൃഷ്ണ, ഇതാ വീക്ക്. ഇത് നല്ല സ്ട്രോങ് ആയിട്ടാ ഉള്ളത്. അല്ല അനു, നീ എന്താ ചെയ്യാൻ പോകുന്നത്? ഒരാണായി എന്നെ കൊണ്ട് പറ്റുന്നില്ല. പോടാ. എന്താ ആണ് തന്നെ? ആ എൻ്റെ പേര് കൃഷ്ണ. എന്റെ പേര് കൃഷ്ണൻ, അവലാഞ്ചി, ഊട്ടി. പറ. എൻ്റെ പേര് കൃഷ്ണ. വലിയൊരു സംഗീതജ്ഞൻ വന്നിരിക്കുന്നു. കൈ ഇങ്ങനെ ആട്ടിക്കൊണ്ട് സംസാരിക്കാൻ. കൃഷ്ണ എന്ന് പറയുന്ന ഒരു ചെറിയ പേര് പറയാൻ അവന്റെ ഒരു കൈയിട്ടാട്ടല്. വിനു, അവലാഞ്ചി. ഇത് നമ്മുടെ ആദ്യത്തെ എക്സാമാ. ആ വരുന്ന ഡോക്ടർ നമ്മുടെ കൃഷ്ണനെ കണ്ട് വിശ്വസിച്ചാൽ ബാക്കിയൊക്കെ നമുക്ക് ഈസി ആയിട്ട് കൈകാര്യം ചെയ്യാവുന്നതേ ഉള്ളൂ. ബാക്കിയുള്ളതെല്ലാം ഈസി അല്ലേ? എന്നിട്ട് നിന്റെ പൊങ്ങച്ചതിന് ഒരു കുറവുമില്ല. സാധാരണ മനുഷ്യർക്ക് ഈ IQ ലെവൽ 90 എബവ് ഉണ്ടാവണം. അങ്ങനെയാണെങ്കിൽ അത് നോർമൽ. അതിന് താഴെ പോയാൽ ബുദ്ധി വളർച്ചയില്ലാത്തവരെന്നാണ് പറയുക. സോ നാളെ നടക്കാൻ പോകുന്ന IQ ടെസ്റ്റിൽ കൃഷ്ണന് 90ക്ക് മേലെ ഉണ്ടാകണം. ഡോക്ടർ, ഈ ടെസ്റ്റ് എന്ന് പറഞ്ഞല്ലോ, അല്ല ഈ ക്വസ്റ്റ്യൻ പേപ്പർ ഔട്ട് ചെയ്തിട്ട് ഒന്ന് ജയിപ്പിച്ച് വിട്ടൂടെ? ഇറ്റ് ഈസ് നോട്ട് മൈ പോളിസി. ഇറ്റ് ഈസ് നോട്ട് മൈ മോറൽ. ബട്ട് ഇറ്റ്സ് ഓക്കെ. അപ്പൊ നാളെ സർട്ടിഫിക്കറ്റ്? വക്കീലിനോടും ഡോക്ടറിനോടും കള്ളം പറയരുത്. പക്ഷേ വക്കീലിനും ഡോക്ടറിനും കള്ളം പറയാം. എന്ത് കേസാ? ആരാ ആള്? ഇവരാണ് സർ. ഓക്കെ ഇൻസ്പെക്ടർ, ഒരു 5 മിനിറ്റ് സമയം താ, ഞാൻ റെഡി ആക്കിയിട്ട് വിളിക്കാം. ഓക്കെ സാർ. അവരുടെ ഡീറ്റെയിൽസ് വാങ്ങാം. ശരി സാർ. സാറേ പേര് പറയൂ. അഡ്രസ്? സാർ, അല്ല ഇപ്പൊ വന്നില്ലേ അദ്ദേഹം? ആരാ? ഏത് ഡോക്ടർ? അതാണ് സാർ IQ ടെസ്റ്റ് ഡോക്ടർ ബഷീർ സാർ. അപ്പോൾ സൈക്യാട്രിസ്റ്റ് ഡോക്ടർ രമണനോ? അദ്ദേഹത്തിന് ആരോ ഇന്നലെ കള്ള് വാങ്ങിച്ചു കൊടുത്തിട്ടുണ്ട്. അടിച്ചിട്ട് പൂസായി കിടക്കുക സാർ. ഇന്ന് ഈ ഡോക്ടറാ. അഡ്രസ്? ഞാനെന്താ ചെയ്യുന്നേ? ഇതെല്ലാം നീയല്ലേ ചെയ്തേ? നീ തന്നെ ശരിയാക്കണം. നിന്നെയൊക്കെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി വന്ന എന്നെ വേണം ചെരുപ്പെടുത്ത് അടിക്കാൻ. ഡിയർ, പുതിയതായിട്ട് വന്ന ഡോക്ടറെ കയ്യിലെടുക്കാൻ പറ്റുമോ? അതിലാണ് ഏറ്റവും വലിയ പ്രശ്നം. അതെന്താ? അയാൾ നമ്മുടെ പഴയ ഡോക്ടറെ പോലെ അല്ല. ഇയാൾ വളരെ സ്ട്രെയിറ്റ് ഫോർവേഡ് ആണ്. വേറെന്തെങ്കിലും? വേറെ ആഹാ, അങ്ങനെയൊന്നുമില്ല. അയാൾക്ക് അയാളുടെ ഭാര്യ എന്ന് പറഞ്ഞ ജീവനാണ്. ഭയങ്കര ലവ്വാ, നമ്മളെ പോലെ. അപ്പൊ സറണ്ടർ ആയിക്കോ. എക്സ്ക്യൂസ് മീ സാർ. യെസ്, ആരാ നിങ്ങൾ? സാർ ഭാഷ്യം സാറിൻ്റെ ജൂനിയറാ സാർ. സാറ് പറഞ്ഞു വിട്ടത് തന്നെ. ഡോ, ആ എന്താ ചെയ്യുന്നത്? അല്ല, സാറിന് തരാൻ വേണ്ടി പറഞ്ഞു വിട്ടതാ. എന്താടാ ഇത്? എന്ത് തരാൻ പറഞ്ഞു?
എന്താ കാര്യം? അതായത് ഇന്ന് കൃഷ്ണ എന്ന് പറഞ്ഞൊരു പേഷ്യൻറ്റിന് IQ ടെസ്റ്റ് നടത്താൻ പോവല്ലേ. അയാൾക്ക് IQ ലെവൽ ബിലോ 50 ആണ്. മനോവളർച്ച ഇല്ലാത്ത ആളാണെന്നുള്ള സർട്ടിഫിക്കറ്റ് വേണം. അതിനു വേണ്ടിയിട്ടാണ് സാറ് തന്നയച്ചത്. കാശ് തന്നാൽ സർട്ടിഫിക്കറ്റ് കൊടുക്കുമെന്നാണോ? ആരാടാ നീ? ഞാൻ ആരാണെന്ന് നിനക്കറിയാമോടാ? നീ എന്താ എന്നെ കുറിച്ച് വിചാരിച്ചത്? ആരോട് ഇവനേക്ക് അകത്ത് കയറ്റി വിട്ടത്? ഡോ, ഇവനെന്താ ഇവന്റെ വായു വന്നൊക്കെ വിളിച്ചു പറഞ്ഞോണ്ടിരിക്കുന്നേ? സാർ ഇത് അറിഞ്ഞോണ്ടല്ലോ പറഞ്ഞു കൊടുക്കില്ല ആൾക്ക്. സാർ, ഭാഷിം സാറിന്റെ കേസാണ്, വെറുതെ ടെൻഷൻ ആക്കണ്ട. തരുന്നത് വാങ്ങിച്ചിട്ട് സർട്ടിഫിക്കറ്റ് കൊടുക്കൂ സാർ, അല്ലെങ്കിൽ വലിയ പ്രശ്നമാവും. എന്ത് പ്രശ്നം വരുമെന്നാടോ? നീ സർക്കാരിന് ജോലി ചെയ്യുന്ന അതോ ഇവന്മാർക്ക് ജോലി ചെയ്യും? വെറുതെ എന്റെ സ്വഭാവം മാറ്റരുത്. എന്താ വായു വന്നൊക്കെ വിളിച്ച് പറയുന്നേ? സർട്ടിഫിക്കറ്റ് നിങ്ങൾ തരുന്നതാ ഞങ്ങൾ തന്നെ അടിക്കണോ? അങ്ങനെ അടിക്കുമോ? ആ, എന്താ? അങ്ങനെയാണെങ്കിൽ നമുക്ക് കാണാം. ആരുടെ ഭാഷ്യം? എഴുന്നേക്കടോ, ഡോ എഴുന്നേക്കടോ. ഈ ബഷീറെ ഭാഷ്യമിന്റെ വീട്ടിലെ ബൊമ്മയല്ല, അയാൾ പറയും പോലെ തലയാട്ടാൻ. ഗെറ്റ് ഔട്ട്. എത്ര ദിവസം അറിയാം ഞാൻ ഈ കൈവേനയും കാലുവേനയും കൂടെ നടക്കാൻ തുടങ്ങിയിട്ട്. My lord, this is a forged documents. എതിർഭാഗം ജൂനിയർ വക്കീൽ ഈ കേസിന്റെ വഴി തിരിച്ചുവിടാൻ വേണ്ടി കള്ള സർട്ടിഫിക്കറ്റാണ് കോടതിയിൽ ഹാജരാക്കിയിരിക്കുന്നത്. ഒബ്ജെക്ഷൻ മൈ ലോർഡ്. പ്രൊസീഡ്. 20 വർഷം സ്റ്റാൻഡിങ്ങിലുള്ള ലേണർ റെസ്പോണ്ടന്റ് കൗൺസിലർ ഗവൺമെന്റ് അപ്രൂവ് ചെയ്ത ഒരു സർട്ടിഫിക്കറ്റ് കള്ളമാണെന്ന് പറയുന്നത് തമാശയായിട്ടാ തോന്നുന്നത്. എന്ത് തമാശയാ പറഞ്ഞത്? മൈ ലോർഡ്, ഇറ്റ് ഈസ് എ ഫോർജ്ഡ് ഡോക്യുമെന്റ്സ്. അപ്പോൾ കഴിഞ്ഞ വർഷം ഫെബ്രുവരി 7-ാം തീയതി മൂവാറ്റുപുഴയിലുള്ള കുമാർ സന്ധ്യ വിവാഹമോചന കേസിൽ സന്ധ്യയ്ക്ക് മാനസിക രോഗമുണ്ടെന്ന് സർട്ടിഫിക്കറ്റ് പ്രൊഡ്യൂസ് ചെയ്തിരുന്നല്ലോ. അത് ഫേക്ക് ഡോക്യുമെന്റ് ആണോ? ിൽ ഡ്രങ്ക് ആൻഡ് ഡ്രൈവ് കേസിൽ 4 പേരെ കൊന്ന അരുൺ നായർ മെന്റലി ചാലഞ്ച് എന്ന് പറഞ്ഞ് സർട്ടിഫിക്കറ്റ് പ്രൊഡ്യൂസ് ചെയ്തിരുന്നല്ലോ. അതും ഫേക്ക് ഡോക്യുമെന്റ് ആണോ? നോ മൈ ലോർഡ്. മൈ ലോർഡ്, അതിനുള്ള പ്രൂഫ്. എന്താ ഇതൊക്കെ? എന്താ നിങ്ങൾ കാണിക്കുന്നത്? അയ്യോ, സാറിന്റെ വായ അടപ്പിച്ച് കളഞ്ഞല്ലോ. അയ്യോ, ഇനിയാണ് പ്രശ്നം. മൈ ലോർഡ്, അവരെ എല്ലാവരെയും വീണ്ടും IQ ടെസ്റ്റ് ചെയ്യാൻ സമ്മതിച്ചാൽ എന്റെ പെറ്റീഷണറെയും IQ ടെസ്റ്റ് ചെയ്യാൻ സമ്മതിക്കാം. മിസ്റ്റർ ഭാഷിം, ഡു യു വാണ്ട് ടു റീഅസസ് ദ IQ ലെവൽ ദ പെറ്റിഷണർ? നോ, നോട്ട് നെസസറി മൈ ലോർഡ്. അവർ തന്ന ഡോക്യുമെന്റ്സ് അങ്ങനെ തന്നെ ഇരിക്കട്ടെ. ഐ വിൽ പ്രൊഡ്യൂസ് മൈ എവിഡൻസ് ഇൻ എ നെക്സ്റ്റ് ഹിയറിംഗ് മൈ ലോർഡ്. മൈ ലോർഡ്, എന്റെ പെറ്റീഷണർ ഒരു നല്ല അച്ഛനാണ്. 5 വയസ്സ് വരെ വളർത്തിയ തന്റെ കുഞ്ഞിനെ വേർപിരിഞ്ഞ ദുഃഖത്തിലാണിപ്പോൾ. ദയവായി ഈ IQ സർട്ടിഫിക്കറ്റ് മതിയായ തെളിവായി സ്വീകരിച്ചുകൊണ്ട് കൃഷ്ണനെയും നിലയും ഒരുമിപ്പിക്കുവാൻ അങ്ങ് ഉത്തരവിടണം. ദാറ്റ്സ് ഓൾ മൈ ലോർഡ്. മിസ് അനുരാധ, കോടതിയിലെ പ്രൊസീജിയേഴ്സ് പെൻഡിങ്ങിലാ. വേണമെങ്കിൽ വരുന്ന വെള്ളിയാഴ്ച കോടതിയിൽ വെച്ചോ അല്ലെങ്കിൽ പൊതുസ്ഥലത്ത് വെച്ചോ പെറ്റീഷണർ കൃഷ്ണന് കുട്ടിയെ കാണുവാനായി കോടതി അനുമതി തന്നിരിക്കുകയാണ്.